ഹലോ, എല്ലാവർക്കും എ ഡേ ഫോർ എവരി വണ്ണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ആമ്പൽ ചെടീനെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പാടത്തുനിന്ന് കിട്ടിയ ആമ്പൽ ചെടിയാണ്. ഞാനിവിടെ നട്ടാൽ പിടിക്കുമെന്നൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ ഞാൻ നട്ടു നോക്കി. അത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, കൊതുവൊക്കെ വന്നിട്ട്. ഇപ്പം അതങ്ങ് ശരിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടി കുറച്ച് നെറ്റും അതൊക്കെ വെച്ച് കൊടുത്തു, കിളികളുടെ ശല്യമൊന്നും ഇല്ലാതിരിക്കാനായിട്ട്. അതിന് ഗപ്പി ഫിഷിനെയൊക്കെ ഇട്ടു. അപ്പോൾ കൊതുകുകളൊക്കെ പോയി. അങ്ങനെ അത് നല്ല ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അതിൽ നിറച്ച് ഇപ്പോൾ പൂക്കളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുട്ടുവരനെ കണ്ടു. അപ്പോൾ 2 പോട്ടിലാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് ആമ്പൽ ചെടി. ഇത് നല്ല ഭംഗിയുള്ള പൂവായിട്ട് അതൊന്ന് വിരിഞ്ഞ് നിൽക്കണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേരുടെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആമ്പൽ പൂക്കളും താമരപ്പൂക്കളൊക്കെ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇങ്ങനെ ഒരു മോഹം തോന്നിയതാണ് എൻ്റെ വീട്ടിലും വെക്കണമെന്ന്. അപ്പോൾ അതൊരു വലിയൊരു സക്സസ് ആയി എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ സന്തോഷം നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഇന്ന് ഞാൻ വീഡിയോ. ഇങ്ങനെ രണ്ടാമത്തെ ആമ്പൽ ചട്ടിയിലാണ്, സിമെൻറ്റിൻ്റെ ഒരു ചട്ടിയിലാണ് വെച്ചിരുന്നത്. അതിലും 2 പൂക്കൾ നിറയെ വന്നിട്ടുണ്ട്. അതിൽ ഗപ്പി ഫിഷൊക്കെ ഉള്ള കാരണം അതിൽ കൊതുകുകളൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ വളർത്താണ്ടോ. എൻ്റേത് സക്സസ് ആയി. അപ്പോൾ എല്ലാവർക്കും ചെയ്യാത്തവർക്കൊക്കെ ധൈര്യമായിട്ട് ഇത് ചെയ്യാമെന്ന് എനിക്കും സക്സസ് ആയപ്പോൾ എനിക്കും പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളും ഇത് ആസ്വദിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. ഞാൻ പാടത്തു നിന്നാണ് കേട്ടോ എനിക്ക് ഈ ആമ്പൽ ചെടിയൊക്കെ കിട്ടിയത്. അപ്പോൾ സംശയം ഉണ്ടായിരുന്നു പറ്റുമോയെന്ന്. പക്ഷെ എന്നാലും എൻ്റെ ആഗ്രഹം സാധിച്ചു. ഐ എം വെരി ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കണു. എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യാം. ഇനി എന്തൊക്കെ ഇതിൽ ചെയ്തു എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എങ്ങനെയാണ് ഞാൻ നട്ടത് എന്നുള്ളതൊക്കെ. ഞാൻ കിളികളിൽ നിന്ന് മത്സ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത്. അത് വളരെ എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു മാറ്റാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം. കാരണം നമ്മുടെ വീട്ടിൽ ബേർഡ്സൊക്കെ ഒരുപാട് ഇങ്ങനെ പറന്നു വരുമ്പോൾ മത്സ്യത്തിനെ കൊത്തിക്കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റൊക്കെ വെച്ചത്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം